ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഒരുപാട് നാളത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് വരുന്നത്. അത്യാവശ്യത്തേക്കുള്ള വർക്ക് ലോഡും അഥവാ സമയം കിട്ടിയാൽ എനിക്ക് നല്ല മടിയാണ് കേട്ടോ വീഡിയോ എഡിറ്റ് ചെയ്യാൻ. അതൊക്കെ കാരണമാണ് കുറച്ച് നാൾ ഡിലേ വന്നത്. അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇന്നത്തെ നമ്മുടെ വീഡിയോ ബാംഗ്ലൂരിലേക്കുള്ള ട്രാവൽ വ്ലോഗാണ് കേട്ടോ. അങ്ങനെ ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷമാണ് തേജസ്സേടിന് കുറച്ച് ദിവസത്തേക്ക് ലീവ് സെറ്റ് ആയത്. ആ ചാൻസ് മിസ് ചെയ്യാൻ പാടില്ലല്ലോ. ലീവ് അപ്രൂവ് ആയ അന്ന് തന്നെ കിട്ടിയ ട്രെയിനും പിടിച്ച് നമ്മൾ ബാംഗ്ലൂരിലേക്ക് വിട്ടു. ഡേ 1 നമ്മൾ ഈ ഹോട്ടലിലാണ് കേട്ടോ സ്റ്റേ ചെയ്തത്. പെട്ടെന്ന് കിട്ടിയ ലീവ് ആയതുകൊണ്ട് നമ്മൾ ഹോട്ടൽസ് ഒന്നും പ്രീ ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സോ അവിടെ എത്തിയിട്ടാണ് എല്ലാം പ്ലാൻ ചെയ്ത് ഒരു ഐറ്റ്നറി ഒക്കെ സെറ്റ് ആക്കിയത്. നല്ല സ്പീഷ്യസ് ആയിട്ടുള്ള അടിപൊളി റൂം ആയിരുന്നു കേട്ടോ. ശിവാജി നഗറിലാട്ടോ നമ്മൾ റൂം എടുത്തിട്ടുള്ളത്. ബിക്കോസ് നമ്മുടെ മെയിൻ ഉദ്ദേശം ഷോപ്പിംഗ് ആയതുകൊണ്ട് തന്നെ ശിവാജി നഗറിൽ നിന്ന് തൊട്ടടുത്താണ് കൊമേഴ്ഷ്യൽ സ്ട്രീറ്റും ചിക്പേഡ് മാർക്കറ്റൊക്കെ ഉള്ളത്. അങ്ങനെ ഫ്രഷ് അപ്പ് ഒക്കെ നമ്മൾ നേരെ വന്നത് കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിലേക്കാണ്. ഇവിടുത്തെ ഓരോ സ്ട്രീറ്റിനും സ്ഥലത്തിനും യൂണീക്ക് ആയിട്ടുള്ള ഒരു ഭംഗിയും എന്തൊക്കെയോ പ്രത്യേകതകൾ ഉള്ളത് പോലെയാണ് കേട്ടോ എനിക്ക് ഫീൽ ചെയ്തത്. ഓരോ സ്ഥലത്തിനും ഓരോരോ കഥ പറയാനുണ്ടെന്ന് പറയും പോലെ. അങ്ങനെ നമ്മൾ നടന്ന് മാർക്കറ്റിലേക്ക് എത്തി. ഇവിടെ ഒത്തിരി എൻട്രൻസ് ഉണ്ട് കേട്ടോ മാർക്കറ്റിന്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിനെ കുറിച്ച് പറയുവാണെങ്കിൽ ഫാഷൻ ഷോപ്പിംഗിന്റെ ഒരു ഹബ്ബ് തന്നെയാണ് അവിടെ. ഏറ്റവും പുതിയ ട്രെൻഡി ആയിട്ടുള്ള ഡ്രസ്സുകളായ വെസ്റ്റേൺ വെയർ ആയാലും പാർട്ടി വെയർ ആയാലും പിന്നെ എത്നിക് ആയാലും എല്ലാം അവിടെ വില കുറവിന് കിട്ടും കേട്ടോ. ബ്രാൻഡഡ് ആയിട്ടുള്ള ഷോപ്സും ഉണ്ട്. 2 കാറ്റഗറി ആയിട്ട് നമുക്ക് അവിടെ കാണാം കേട്ടോ. നല്ല ചീപ്പ് റേറ്റിന് കിട്ടുന്നതും അതുപോലെ തന്നെ നല്ല എക്സ്പെൻസീവും ബ്രാൻഡഡും ആയിട്ടുള്ള ഷോപ്സും അവിടെ ഉണ്ട്. പിന്നെ മെയിൻ ആയിട്ട് ഫുഡ് വെയേഴ്സ്, ബാഗ്, ജ്വല്ലറീസ് ഇതൊക്കെ അഫോർഡബിൾ റേഞ്ചിൽ നമുക്ക് മേടിക്കാം കേട്ടോ. ബാർഗനിങ് ഒക്കെ ഇല്ലാന്ന് കുറേ സ്ഥലത്ത് എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും ഒരു ഈവനിങ് ടൈം ഒക്കെ കഴിഞ്ഞ് പോയാൽ ഒത്തിരി സാധനങ്ങൾ നമുക്ക് ബാർഗിൻ ചെയ്ത് മേടിക്കാം കേട്ടോ. ഈ കാണുന്ന കോട്ട് സെറ്റിന് ഒരു പെയറിന് 500 റുപ്പീസാണ് കേട്ടോ പറഞ്ഞത്. പിന്നെ അവിടെ നിന്ന് ഹിന്ദിക്കാരൻ ചേട്ടനെ അതും ഇതൊക്കെ പറഞ്ഞ് 150ക്ക് 3 മേടിച്ചു. ആ ചേട്ടന് തരാൻ തീരെ മനസ്സുണ്ടായില്ല. പിന്നെ കേരളത്തിൽ നിന്ന് വന്നതാണെന്നൊക്കെ പറഞ്ഞ് സോപ്പിട്ടപ്പോഴത്തേനും ലാസ്റ്റ് എങ്ങനെയൊക്കെയോ കയ്യിലെടുത്തു. ആള് ഓരോരോ റേറ്റ് പറഞ്ഞപ്പോഴും ഞാൻ സമ്മതിച്ചു കൊടുത്തില്ല ഗൈസ്. ലാസ്റ്റ് എന്റെ വർത്താനത്തിൽ അയാൾ തളർന്നു പോയോണ്ടായിരിക്കണം ഗൈസ് കൊണ്ടുപോയിക്കോ എന്നുള്ള മട്ടിൽ എനിക്ക് തന്നിട്ടോ. നമ്മുടെ നാട്ടിൽ എന്തായാലും ഇത്രയും ക്വാളിറ്റിയുള്ള കോട്ട് സെറ്റ് ഒന്നും 150 രൂപയ്ക്ക് കിട്ടാൻ ഒരു ചാൻസും ഇല്ല. അങ്ങനെ ഫസ്റ്റത്തെ ഷോപ്പിംഗ് സക്സസ് ആയതിന്റെ കോൺഫിഡൻസിൽ പിന്നെ അങ്ങോട്ട് വെപ്രാളവും പരവേശവും കാരണം എന്തൊക്കെയോ മേടിച്ചു കൂട്ടിട്ടോ. നമ്മൾ ഗേൾസ് ഒക്കെ ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ CID മൂസയിലെ ബിന്ദു പണിക്കർ ചേച്ചീനെ പോലെ എന്തൊക്കെയാ വാരി എടുക്കാതെ നമുക്ക് തന്നെ അറിയാൻ പറ്റാണ്ടായിപ്പോ ഗൈസ്. അത്രയ്ക്ക് വെറൈറ്റി കളക്ഷൻസ് ആണ് കേട്ടോ ഇവിടെ ഉള്ളത്. നാട്ടിലൊന്നും ഞാൻ ഇമാതിരി കളക്ഷനുള്ള ഷോപ്സ് ഒന്നും കണ്ടിട്ടുകൂടിയില്ല. ഗൗൺസ് ആയാലും എല്ലാം നല്ല ഭംഗിയാട്ടോ കാണാന്. മാരേജ് ടൈമിലൊക്കെ ഇങ്ങോട്ട് വന്ന് ഷോപ്പ് ചെയ്താൽ മതിയായിരുന്നു എന്ന് എന്നെ തോന്നിപ്പോയി. അങ്ങനെ തേസേട്ടൻ എൻ്റെ കൂടെ കൂടി ബാർഗെയിനൊക്കെ പഠിച്ച് അവിടുത്തെ ബ്രാൻഡഡ് ആയിട്ടുള്ള കുറച്ച് ഔട്ട്ഫിറ്റ്സ് ഒക്കെ അഫോർഡബിൾ റേഞ്ചിൽ വാങ്ങിയിട്ടോ. സത്യം പറഞ്ഞാൽ അവിടുത്തെ ഷോപ്പിലെ ഓണർ വരെ കരഞ്ഞറിഞ്ഞാണ് തന്നെങ്കിലും നമുക്ക് ഭയങ്കര ഹാപ്പി മൊമെന്റ് ആയിരുന്നു ഇതൊക്കെ. വേറൊരു നാട്ടിൽ വന്നിട്ട് അവരുടെ ബ്രാൻഡഡ് സാധനങ്ങളൊക്കെ നമുക്ക് അഫോർഡബിൾ റേഞ്ചിൽ കിട്ടുമ്പോൾ അത് വേറൊരു ഫീൽ തന്നെയാണ് കേട്ടോ. അങ്ങനെ പുള്ളിക്കാരൻ്റെ വേ ഓഫ് ബാർഗെയിനിങ്ങിൽ ഓരോ സാധനങ്ങൾ മേടിച്ചെടുക്കാൻ കേട്ടോ. അങ്ങനെ ഒത്തിരി നടന്ന് ക്ഷീണിച്ചതിന് ശേഷം നല്ലൊരു റെസ്റ്റോറൻറ്റ് കണ്ടുപിടിച്ചിട്ട് നമ്മൾ ഫുഡ് അടിക്കാൻ പോയിട്ടോ. ബാംഗ്ലൂരിൽ വന്നു കഴിഞ്ഞാൽ എൻ്റെ ഏക പ്രശ്നം ഫുഡാണ് കേട്ടോ. എനിക്കങ്ങനെ ഇവിടുത്തെ മസാലാസ് ഒന്നും സെറ്റ് ആവാറില്ല. അതുകൊണ്ട് ഒത്തിരി അന്വേഷിച്ചിട്ടാണ് ഒരു അടിപൊളി ഹോട്ടൽ കണ്ടുപിടിച്ചത്. ചിക്കൻ കെബാബ്, ബട്ടർ നാൻ ഇതൊക്കെയാണ് കേട്ടോ നമ്മൾ ഓർഡർ ചെയ്തത്. അത്യാവശ്യം നല്ല ഫുഡായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ എന്നെക്കാൾ കൂടുതൽ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടത് തേസേട്ടനാണ്. നല്ല ഹൈജീനും ഹോസ്പിറ്റാലിറ്റിയും എല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ. മോശം പറയാനൊന്നുമില്ലായിരുന്നു. പിന്നെ എനിക്ക് അവിടുത്തെ മസാല, ചാട്ട് മസാലയൊക്കെ ഒത്തിരി ഇടുന്നത് ഇഷ്ടമല്ല. അത് മാത്രമേ ഉള്ളൂ നെഗറ്റീവായിട്ട്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ വീണ്ടും ഷോപ്പിംഗ് കണ്ടിന്യൂ ചെയ്തു കേട്ടോ. അതിൻ്റെ ഒന്നും വീഡിയോസ് ഞാൻ എടുത്ത് വെച്ചിട്ടില്ല. കുറച്ച് ക്ലിപ്സ് മാത്രമേ ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളൂ. പോരാത്തതിന് മഴയും ഉണ്ടായിരുന്നു. പിന്നെ കള്ളന്മാരാരെങ്കിലും ഫോൺ തട്ടിപ്പറിച്ചുകൊണ്ട് ഓടിക്കഴിഞ്ഞാൽ ഏത് വഴിയാ ഓടുന്നതെന്ന് പോലും അറിയാൻ പറ്റാത്ത സ്ഥലമാണ് കേട്ടോ അവിടെ. അവിടെ എവിടെ നോക്കിയാലും ഇടവഴികളാണ് ഗൈസ്. ഒരിടവഴി തന്നെ ഒരു 10-200 കട അടുത്തടുത്തായിട്ടുണ്ടാവും കേട്ടോ. മഴയാണെങ്കിൽ പോലും നല്ല ട്രാഫിക് ബ്ലോക്കും ക്രൗഡഡും ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ്. ഷോപ്സ് ഒക്കെ ക്ലോസിംഗ് ആവാറാവുന്ന ആ ഒരു നൈറ്റ് ടൈമിലാണ് കേട്ടോ ബാർഗെയിൻ ചെയ്യാൻ ബെസ്റ്റ് ടൈം. ബാർഗെയിനിങ് ഒക്കെ അറിയാവുന്നവരാണെങ്കിൽ ആ ഒരു ടൈമിലൊക്കെ ചെന്നാൽ നല്ല അഫോർഡബിൾ റേഞ്ചിൽ ഓരോന്ന് മേടിച്ചെടുക്കാൻ പറ്റും. അങ്ങനെ ഡേ ടൈമിൽ നമ്മൾ നോക്കി വെച്ച സാധനങ്ങളൊക്കെ നൈറ്റ് ആയപ്പോൾ നമുക്ക് ഒത്തിരി അഫോർഡബിൾ ആയിട്ട് കിട്ടിയിട്ടോ ഗൈസ്. പകുതി വിലയെക്കാളും താഴ്ന്ന റേറ്റിന് നമുക്ക് ഒത്തിരി സാധനങ്ങൾ മേടിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഉള്ളിലോട്ടുള്ള ഷോപ്സിലാണ് കുറച്ചുകൂടി അഫോർഡബിൾ ആയിട്ട് നമുക്ക് കിട്ടുക. ചില ഷോപ്പിലെ ഓണേഴ്സ് ഒക്കെ പഴയ ജന്മിമാരെ പോലെയാണ് കേട്ടോ. 5 പൈസ പോലും കുറച്ച് നേരത്തെ ഷോപ്സ് അവിടെ ഉണ്ട്. ഓരോ ഏരിയയും ഓരോ പ്രത്യേകതകളാണ് കേട്ടോ. ചില ഏരിയസിലൊന്നും തീരെ ബാർഗെയിൻ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ചില ഏരിയസിലൊക്കെ ഒത്തിരി ബാർഗെയിൻ ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് കേട്ടോ അവിടെ. സൽവാർ ആയാലും പാർട്ടി വെയർ ചുരിദാരൊക്കെ ആയാലും നല്ല ഹ്യൂജ് വെറൈറ്റീസ് ഓഫ് കളക്ഷൻ ആണ് കേട്ടോ അവിടെ. ഞാനായാലും തേസേനായാലും വേറെ സ്ഥലങ്ങളിലൊക്കെ പോയി പ്രകൃതി ഭംഗി ആസ്വദിക്കുന്ന കാലം ഷോപ്പിംഗ് സ്ട്രീറ്റിൽ വന്ന് ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യാനാണ് കേട്ടോ നമുക്കിഷ്ടം. അങ്ങനെ നടന്ന് തളർന്ന് ഡേ 1 ഷോപ്പിംഗ് നമ്മൾ ഇവിടെ നിർത്തിയിട്ടോ. അങ്ങനെ നമ്മൾ ഡേ 2 പോകുന്നത് ചിക്പേട്ടിലേക്കാണ് കേട്ടോ. ബാംഗ്ലൂരിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ഷോപ്പിംഗ് മാർക്കറ്റാണ് കേട്ടോ ചിക്പേട്ട്. മാരേജ് ഷോപ്പിങ്ങിനൊക്കെ ഫേമസ് ആയിട്ടുള്ള സ്ഥലം കൂടിയാണ് ചിക്പേട്ട്. നമ്മളിന്നുള്ളത് ബാംഗ്ലൂർ സിറ്റിയിലാണ്. നമ്മൾ രണ്ടുപേരും അങ്ങനെ ചെറുതായിട്ട് നൈസ് സെറ്റ് ചെയ്ത് ഇറങ്ങിയതാണ്.
അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് ചിക്പേട്ട് സ്ട്രീറ്റിലോട്ടാണ്. അപ്പോൾ അവിടെ പാർക്കിംഗ് ചെയ്ത് നല്ല ചീപ്പ് റേറ്റിൽ കുറേ സാധനങ്ങൾ അടിച്ചെടുക്കാം. ആ ഒരു മെൻറ്റാലിറ്റി മാത്രം നമ്മൾ പോവുകയാണ്. ഒറ്റ മൈൻഡിൽ നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അവിടെ ചെന്നിട്ട് ഓരോ സാധനത്തിൻ്റെ വിലയും ബാക്കി അപ്ഡേറ്റ്സും വരുന്ന രീതിയിൽ നമ്മൾ അറിയിക്കാം. ഓക്കെ. വലിയ കാര്യത്തിന് നേരെ വെളുത്തപ്പോൾ തന്നെ ചെന്ന് കയറിയതാണ് ഗൈസ്. ഒരൊറ്റ ഷോപ്പ് തുറന്നിട്ടില്ലായിരുന്നു. അങ്ങനെ ആ വിഷമത്തിൽ എവിടെയെങ്കിലും കയറി ഫുഡ് കഴിച്ച് സമയം കളയാൻ എന്നുള്ള പ്ലാനിൽ നല്ല ബെസ്റ്റ് റെസ്റ്റോറൻറ്റ് തപ്പി എവിടേക്കോ എത്തിപ്പെട്ടു. പിന്നെ അതേ നേരെ കാണുന്ന ഈ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡ് അടിച്ചു കേട്ടോ. ബട്ടൂരയാണ് പറഞ്ഞത്. അപ്പം ഇവിടെ പൂരിയേ ഉള്ളൂ. അപ്പം ബട്ടൂര പോലത്തെ പൂരി കൊണ്ടുവന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ മാർക്കറ്റിലേക്ക് ഇറങ്ങി. അപ്പോൾ അതാ ഷോപ്പുകളെല്ലാം ഓപ്പൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ഒരെത്തും പിടിയില്ലാത്തതുകൊണ്ട് ഒരറ്റത്തുനിന്ന് ഷോപ്പ് ചെയ്ത് തുടങ്ങി കേട്ടോ. അങ്ങനെ ഈ കാണുന്ന ഷോപ്പിൽ ഒത്തിരി നല്ല ഫുഡ് വെയർസിൻ്റെ ബാഗ്സിൻ്റെ ഒക്കെ കളക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ വീട്ടിലുള്ളവർക്കൊക്കെ ഇവിടെ നിന്നാണ് കേട്ടോ ബാഗ്സും ഫുഡ് വെയർസ് ഒക്കെ നമ്മൾ മേടിച്ചത്. പിന്നെ ചിക്പേട്ടിലെ പ്രശ്നം എന്ന് വെച്ചാൽ കയറുന്ന വഴി കൂടെ ആയിരിക്കില്ല നമ്മൾ തിരിച്ചിറങ്ങുന്നത്. ഇവിടെയൊക്കെ ഫുൾ ചുറ്റും വളവും തിരുവാണ് കേട്ടോ. പിന്നെ നമ്മൾ പോയത് ഇമ്പോർട്ട് എക്സ്പോർട്ട് എന്ന് പറയുന്ന ഈ ഒരു ഷോപ്പിലേക്കാണ് കേട്ടോ. ഇൻസ്റ്റാഗ്രാം ത്രൂ ആണ് കേട്ടോ ഈ ഒരു ഷോപ്പ് ഞാൻ കോൺടാക്ട് ചെയ്ത് കണ്ടുപിടിച്ചത്. നല്ല ട്രെൻഡി ആയിട്ടുള്ള ഷർട്ട്സ് ആയാലും ക്രോപ്പ് ടോപ്സ് ആയാലും എല്ലാം 100 rupees അടിപൊളി കളക്ഷൻ ആണ് കേട്ടോ ഇവിടെ. ജസ്റ്റ് ഇങ്ങനെ ഓരോ വ്ളോഗേഴ്സിന്റെ വീഡിയോ കണ്ടുപോയപ്പോഴത്തേന് ഈ ചേട്ടൻ്റെ കോൺടാക്ട് നമ്പർ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ എത്തി ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്തപ്പോൾ നമ്മുടെ തൊട്ടടുത്തിന് ഷോപ്പിന്റെ തൊട്ടടുത്തിന് നമ്മൾ ഉണ്ടായിരുന്നു. പറയാതിരിക്കാൻ വയ്യ ഗൈസ്, നല്ല പാവ ഹിന്ദിക്കാരൻ ചേട്ടനായിരുന്നു. ഭയങ്കര ഫ്രണ്ട്ലി ബിഹേവിയർ ആണ് കേട്ടോ അവിടുത്തെ ഓരോ ആൾക്കാരും. അങ്ങനെ അവിടുത്തെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ഈ ജ്വല്ലറി ഷോപ്പ് എൻ്റെ കണ്ണിൽ പെട്ടു കേട്ടോ ഗൈസ്. എന്തോ ഒരു സ്വർണ്ണ തിളക്കം പോലെ. പക്ഷേ ശരിക്കും എനിക്ക് റിഗ്രറ്റ് അടിച്ചു പോയി. എൻ്റെ മാരേജിനൊന്നും എനിക്ക് ഇവിടെ വന്ന് ഷോപ്പ് ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്ന് ആലോചിച്ചിട്ട്. അത്രയ്ക്കും യൂണീക്ക് ആയിട്ടുള്ള നല്ല ഹ്യൂജ് വെറൈറ്റീസ് ഓഫ് ആൻറ്റീക്കിൻ്റെ ഒക്കെ പീസസ് ആണ് കേട്ടോ. ഇതിൻ്റെയൊക്കെ ക്വാളിറ്റി എത്രമാത്രം ഉണ്ടെന്ന് എനിക്കറിയില്ല. എനിക്ക് ഈ ജ്വല്ലറീസ് ഒന്നും ഇടാൻ ഇഷ്ടമില്ലെങ്കിലും കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ ഒരു ഹാരം സെറ്റൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ബട്ട് ഇയറിംഗ്സ് ഒക്കെ നല്ല റേറ്റ് ആയിരുന്നു കേട്ടോ. നമ്മുടെ നാട്ടിൽ ഇതൊക്കെ 100-200 രൂപയ്ക്കൊക്കെ കിട്ടും. അവിടെ 350-400 ഒക്കെയാണ് കേട്ടോ പറയുന്നത്. അത് കഴിഞ്ഞ് എന്നെ അട്രാക്ട് ചെയ്യിപ്പിച്ച ഒരു ഷോപ്പാണ് കേട്ടോ ഇത്. നമ്മുടെ ഒത്തിരി മേക്കപ്പ് പ്രോഡക്ട്സ് നല്ല ക്യൂട്ട് ബോക്സസിലാക്കി ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. എടുത്ത് നോക്കിയപ്പോൾ ഞാൻ കേട്ടിട്ട് കൂടി ഇല്ലാത്ത ബ്രാൻഡ്സ് ആണ് കേട്ടോ. ഓപ്പൺ ചെയ്ത് നോക്കിയാൽ തന്നെ അറിയാം നല്ല ചീപ്പ് ക്വാളിറ്റിയിലുള്ള പ്രൊഡക്ട്സ് ആണ് കേട്ടോ എല്ലാം. ബട്ട് അവരുടെ അറേഞ്ച്മെന്റ്സും പാക്കിംഗ് ഒക്കെ നല്ല ക്യൂട്ട് വൈബായിരുന്നു. ദീപാവലി ടൈമിൽ ക്രാക്കേഴ്സ് ഒക്കെ ഇട്ട് വെക്കുന്ന ഒരു കളർഫുൾ ബോക്സ് ഉണ്ടല്ലോ ഗൈസ്, അതുപോലെയാണ് ഓരോ മേക്കപ്പ് പ്രോഡക്ട്സും അവർ പാക്ക് ചെയ്തിട്ടുള്ളത്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഓരോ ഷോപ്പിംഗ് സ്ട്രീറ്റിനും ഓരോ പ്രത്യേകതകളാണ്. ചിക്പേട്ട് ഷോപ്പിംഗ് സ്ട്രീറ്റ് ഒരു ലോക്കൽ വൈബിലുള്ള ഷോപ്പിംഗ് സ്ട്രീറ്റ് ആണ് കേട്ടോ. ബാംഗ്ലൂരിലെ ഏറ്റവും പഴയതും ഏറ്റവും തിരക്കേറിയമായ ഒരു ഹോൾസെയിൽ മാർക്കറ്റാണ് ചിക്പേട്ട്. ബിസിനസ് ഒക്കെ ചെയ്യുന്നവർക്ക് സാരീസ് ആയാലും ലെഹങ്കാസ് ആയാലും ജ്വല്ലറീസ് ആയാലും ഹോൾസെയിൽ ആയിട്ട് എടുക്കാൻ പറ്റിയ ബെസ്റ്റ് പ്ലേസ് ആണ് ചിക്പേട്ട്. മെൻസിന്റെ ഷർട്ട് ആയാലും 30 രൂപ മുതൽ 80 രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഒരു പീസിന്. പക്ഷെ 1 by 1 ആയിട്ട് നമുക്ക് വാങ്ങാൻ പറ്റില്ല. എല്ലാം ഹോൾസെയിൽ ആയിട്ട് സെയിം പീസേ കിട്ടത്തുള്ളൂ. പിന്നെ ഒരു ഹൈലൈറ്റ് എന്ന് വെച്ചാൽ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ നമുക്ക് അവിടെ കിട്ടും കേട്ടോ. അവിടെ കിട്ടാത്തതായിട്ട് ഒരു സാധനങ്ങളും ഇല്ല. പിന്നെ അവിടുത്തെ ഹിന്ദിക്കാരൻ ചേട്ടന്മാർ നമ്മളോട് സൺഡേ മാർക്കറ്റാണ് അടിപൊളി എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. സൺഡേ മാർക്കറ്റിനൊക്കെ നല്ല ചീപ്പ് റേറ്റിന് ഒത്തിരി സാധനങ്ങൾ മേടിക്കാമെന്ന് അവർ പറയുന്നത്. സോഷ്യൽ മീഡിയാസിൽ തന്നെ ഞാൻ ഒത്തിരി സൺഡേ മാർക്കറ്റിന്റെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഇത് പ്ലാനിംഗ് ഒന്നും ഇല്ലാത്ത ഒരു ട്രിപ്പ് ആയതുകൊണ്ട് സൺഡേ മാർക്കറ്റ് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എടുത്തു പറയേണ്ടത് സൽവാറിന്റെയും ലെഹങ്കയുടെ ഒക്കെ നല്ല ഹ്യൂജ് കളക്ഷൻ ഉണ്ടായിരുന്നു. അതും നമുക്ക് ചീപ്പ് റേറ്റിൽ നല്ല യൂണീക്ക് ആയിട്ടുള്ള പീസസ് ഒക്കെയാണ് കേട്ടോ കിട്ടിയത്. ഈ കാണുന്ന ഷർട്ട്സ് ഒക്കെ 80 rupees ആണ് കേട്ടോ. വേറെ 80 രൂപയ്ക്ക് നല്ല ക്വാളിറ്റി നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഇതൊക്കെ ഉള്ളിലോട്ടുള്ള ഷോപ്സ് ആണ് കേട്ടോ. അവിടെ റെയർ ആയിട്ടുള്ള ഷോപ്സിൽ മാത്രമേ സിംഗിൾ പീസ് ആയിട്ട് കൊടുക്കുന്നുള്ളൂ. ഈ കാണുന്നത് 100-200 ഉള്ള ഷർട്ട്സ് ആണ് കേട്ടോ. ഇത് കുറച്ചുകൂടി ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇടുന്ന ടൈപ്പ് ഷർട്ട്സുകളാണ്. എടുത്തു പറയേണ്ട ഒരു കാര്യം, അവർ സെയിൽസിന് വേണ്ടി ഡിസ്പ്ലേ ചെയ്ത് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാൻ നല്ല രസമാണ് കേട്ടോ. ഉടായ്പാണോ എന്ന് ചെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ക്വാളിറ്റി നോക്കിയപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഷോപ്സിലൊക്കെ കിട്ടുന്ന സെയിം ക്വാളിറ്റിയാണ് കേട്ടോ. പിന്നെ അവിടെയുള്ള ടെക്സ്റ്റൈൽസിന്റെ പ്രത്യേകതകൾ പറയുവാണെങ്കിൽ അവരുടെ ചെറിയ ഷോപ്പ് മുതൽ വലിയ ഷോപ്പിലായാലും ചെയർസ് ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. നമ്മുടെ ഫ്ലോറിൽ ഒരു ബെഡ് പോലെ ഒരു കുഷൻ പോലെ സെറ്റ് ചെയ്തിട്ട് അവിടെ ഇരുന്ന് വേണം ഷോപ്പ് ചെയ്യാൻ. ഒന്നാമത്തെ കാര്യം, അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ എണീച്ച് പോകാൻ തന്നെ തോന്നത്തില്ല കേട്ടോ. നല്ല രസമാണ് ഈ നടന്ന് തളർന്ന് അവിടെ വന്നിരിക്കുമ്പോൾ തന്നെ. അപ്പോൾ എന്തായാലും ഇത്രയും അവിടെ ഇരുന്നതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ നമ്മൾ മേടിച്ച് പോകും. അതുപോലെ തന്നെ നല്ല കളർഫുൾ ആയിട്ടുള്ള സൽവാറാണ് കേട്ടോ. അടിപൊളി കളക്ഷനാണ്. നാട്ടിലൊക്കെ 2000-3000 റേഞ്ച് വരുന്നതൊക്കെ അവിടെ 400-500-600 അകത്ത് തന്നെ കിട്ടും കേട്ടോ. എൻ്റെ മാരേജിനൊക്കെ ഇവിടെ വന്ന് ഷോപ്പ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ ഒന്ന് വരെ വിചാരിച്ചു പോയി
ഗൈസ്. അത്രയ്ക്ക് നല്ല കളക്ഷൻസ് ആണ്. സാരീസിനെ കുറിച്ചൊക്കെ പറയണ്ട. ബനാറസി, സിൽക്ക് സാരി, കോട്ടൺ സാരി എല്ലാം നല്ല യുണീക്ക് കളക്ഷൻ കിട്ടും കേട്ടോ. ആർക്കെങ്കിലും മാരേജ് ഷോപ്പിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ വരാൻ പറ്റുവാണെങ്കിൽ ഇവിടെ തന്നെ വന്ന് ഷോപ്പ് ചെയ്യണം. അത്രയ്ക്ക് അടിപൊളി കളക്ഷൻസ് അഫോർഡബിൾ റേഞ്ചിൽ നിങ്ങൾക്ക് കിട്ടും. അങ്ങനെ അമ്മയ്ക്കും എനിക്കൊക്കെ ഒത്തിരി ചുരിദാർ മെറ്റീരിയൽസ് ഒക്കെ മേടിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ റോഡ് സൈഡിലെ ഫുട്പാത്തിലൊന്നും നടക്കാൻ പോലും സ്ഥലമില്ല ഗൈസ്. അവിടെ ഫുള്ളും ഇലക്ട്രോണിക് ഐറ്റംസ് വിൽക്കുന്ന ഷോപ്പുകളാണ് കേട്ടോ. നമ്മൾ ഡൽഹിയിലൊക്കെ പോകുമ്പോൾ കാണുമ്പോഴത്തെ ഒരു വൈബാണ്. ഡെക്കോർ ലൈറ്റ്സിന്റെ ഒക്കെ തന്നെ ഒരുപാട് ഷോപ്പുകൾ ഇങ്ങനെ അടുത്തടുത്തുണ്ട് കേട്ടോ. അതൊക്കെ ഈവനിങ് ആകുമ്പോഴൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. അങ്ങനെ ചിക്പേട്ട് വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നു. പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് ചിക്പേട്ടിൽ തന്നെയുള്ള കെമ്പഗൌദ റെസ്റ്റോറന്റിൽ കയറിയിട്ടാണ് കേട്ടോ ഫുഡൊക്കെ കഴിച്ചത്. അവിടുത്തെ മട്ടൻ ചാപ്സ് ഭയങ്കര എമ്മിയായിരുന്നു കേട്ടോ. ഇതുവരെ കഴിച്ചിട്ടില്ലാത്ത ഒരു ഡിഫറെന്റ് കൈൻഡ് ഓഫ് ടേസ്റ്റ് ആയിരുന്നു. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നേരെ റൂമിലേക്ക് പോയി. അപ്പോൾ ഇന്നത്തെ എന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പാർട്ട് 2 ബംഗളൂർ വ്ലോഗായിട്ട് വരാട്ടോ. അന്റിൽ ബൈ.